വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. പുതിയ നിയമത്തിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്യുന്ന ഒരു കൂട്ടം ഹർജികളാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് പരിഗണിക്കുന്നത്. മുസ്ലിം വ്യക്തി നിയമ ബോർഡും കോൺഗ്രസ്, മുസ്ലിം ലീഗ്, CPI, DMK, TMC തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികളുമാണ് പ്രധാന ഹർജിക്കാർ. കേന്ദ്ര സർക്കാരും തടസ്സ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടിയുണ്ട് വിവരങ്ങളുമായി. ബൽറാം, സുപ്രീംകോടതി ഇന്ന് ഈ ഹർജികൾ പരിഗണിക്കുകയാണല്ലോ, എന്തൊക്കെ നടപടികൾ പ്രതീക്ഷിക്കണം? ബൽറാം. ഉന്മേഷ്, 2025 വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കുകയാണ്. ഏറെ നിർണായകമാണ് ഈ സാഹചര്യം എന്നുള്ളത്. 65ഓളം ഹർജികളാണ് നിലവിൽ സുപ്രീംകോടതിക്ക് മുന്നിലുള്ളത്. ഇതിൽ പ്രധാനമായും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായുള്ള പാർട്ടികൾ, പ്രതിപക്ഷ പാർട്ടികൾ എന്നിവർ സമർപ്പിച്ച ഹർജികൾ ഇതിലുണ്ട്. കോൺഗ്രസ് കൂടാതെ DMK, CPI, മുസ്ലിം ലീഗ്, RJD അടക്കമുള്ള പാർട്ടികൾ ഈ നിയമ ഭേദഗതിക്കെതിരെ സുപ്രീംകോടതിയിൽ ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. കൂടാതെ AIAM ആണ് ഈ വിഷയത്തിൽ ആദ്യ ഹർജി സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്തത്. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുക. ഈ ബെഞ്ചിൽ മലയാളിയായ ജസ്റ്റിസ് KV വിശ്വനാഥൻ, ജസ്റ്റിസ് PV സഞ്ജയ് കുമാർ എന്നിവർ അടങ്ങുന്നുണ്ട്. ഉച്ച 2 മണിക്കായിരിക്കും ഈ ഹർജികൾ സുപ്രീംകോടതി പരിഗണിക്കുക. വഖഫുകളും അവയുടെ സ്ഥാപനം, അവയുടെ കൈകാര്യം, ഭരണം എന്നിവ ഇസ്ലാം ആചാരത്തിന്റെ അവിഭാജ്യ ഘടകമാണ് എന്നാണ് ഹർജികളിൽ ചൂണ്ടിക്കാണിക്കുന്നത്. കൂടാതെ ഈ നിയമം നടപ്പാക്കിയതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്നും JPC പൂർണ്ണമായും പ്രതിപക്ഷത്തെ തഴഞ്ഞുകൊണ്ട് ഏകപക്ഷീയമായ നടപടികൾ എടുക്കുകയായിരുന്നു എന്നും ചില ഹർജികളിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേസമയം BJP ഭരിക്കുന്ന 6 സംസ്ഥാനങ്ങൾ ഈ നിയമത്തെ അനുകൂലിച്ചും സുപ്രീംകോടതിയിൽ ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. ഹരിയാന, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, അസം, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളാണ് നിയമത്തെ അനുകൂലിച്ചുള്ള ഹർജികൾ സുപ്രീംകോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. നിലവിലെ നിയമത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് ഇന്ന് സുപ്രീംകോടതിയിൽ നിന്നും ഈ ഹർജികൾ പരിഗണിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സമീപനം എന്ത് എന്നുള്ളത്. ഉന്മേഷ്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.